നാളെ രാവിലെ 8:30 വീട്ടിൽ വരാൻ ഫൈസൽ TM വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. ശരി. ഫൈസൽ TM എന്നയാൾക്കുള്ള സന്ദേശത്തിൽ പറയുന്നത് ഇതാണ്: നാളെ രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് വീട്ടിൽ വരണേ. അത് അയക്കാൻ തയ്യാറാണോ? ശരി, മെസ്സേജ് സെൻഡ് ചെയ്യുക. ഇപ്പോൾ അയക്കുന്നു. ഇതുപോലെ തന്നെ നമുക്ക് കോളും ചെയ്യാൻ സാധിക്കും. തൻവീർ TM കോൾ ചെയ്യുക. നിങ്ങൾക്ക് തൻവീറിനെ വിളിക്കണോ? അതെ, തൻവീറിനെ വിളിക്കുന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണമെങ്കിലും കോൾ ചെയ്യണമെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ കയ്യിൽ ഫോണില്ല, അടുത്തെവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിൽ നമ്മളിതുപോലെ പറഞ്ഞാൽ മതി. ആർക്കാണ് എന്ത് മെസ്സേജാണ് അയക്കേണ്ടത്, വാട്സപ്പിലായാലും സാധാരണ മെസ്സേജ് ആയാലും എല്ലാം ഫോൺ തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും കോൾ ചെയ്യണമെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ മതി, ഫോൺ തന്നെ കോൾ ചെയ്തോളും. ഇപ്പോൾ മിസ് കോളൊക്കെ അത്യാവശ്യ ഘട്ടത്തിൽ അടിക്കണമെങ്കിൽ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ കമൻറ്റിലൂടെ ഫോൺ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോണിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞു തരുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇല്ലാത്തവർ പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ ജെമിനി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇനി എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തന്നതുപോലെ നിങ്ങൾക്കിത് മലയാളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഭാഷ മലയാളം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇവിടെ ഇടതുഭാഗത്ത് നിങ്ങൾക്ക് 2 ലൈൻസ് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ താഴെയായി സെറ്റിങ്സ് കാണാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇനി ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സ് ലഭിക്കുന്നതാണ്. ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടേത് മലയാളമാണെങ്കിൽ മാറ്റേണ്ടതില്ല, മലയാളം അല്ലെങ്കിൽ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്കിവിടെ ഇംഗ്ലീഷ് സെലക്ട് ആയി കിടക്കുന്നത് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുക. മലയാളം ഒരുപക്ഷെ താഴെ ആയിരിക്കും, എൻ്റെത് ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. മലയാളം ജസ്റ്റ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും, റീസ്റ്റാർട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇടതുഭാഗത്തുള്ള ഈ 2 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. താഴേക്ക് വന്നിട്ട് ക്രമീകരണം തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അല്പം താഴെയായി ജെമിനിയോട് ഹാൻഡ് ഫ്രീ ആയി സംസാരിക്കുക എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് നിങ്ങൾ അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്രധാനമായിട്ട് ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ടാവും. ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് ടേൺ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ടേൺ ഓൺ ചെയ്യുക. പിന്നെ ലഭിക്കുന്ന പേജ് താഴേക്ക് സ്ക്രോൾ ചെയ്യണം. അപ്പോൾ ഏറ്റവും താഴെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഇതൊരു ട്രെയിനിങ് പേജാണ്. അതിലെ ആദ്യത്തെ സേ എന്നത് ഒഴിവാക്കി ബാക്കി മുഴുവനായിട്ട് വായിക്കണം. ഇതുപോലെ നമുക്ക് 4ഓളം ഓപ്ഷൻ ഇത് കാണിച്ചു തരും. ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ട്രെയിനിങ് തരുന്നതാണ്. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ഒരു നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കൂ. നമ്മൾ വായിച്ചത് കൃത്യമാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക് വരും. ഉടനെ അടുത്തത് വരും. അടുത്തതും അതുപോലെ വായിക്കണം. ഓക്കെ ഗൂഗിൾ, നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും? ഇതുപോലെ ഇതിൽ വരുന്ന 4 കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി വായിക്കുകയാണെങ്കിൽ അത് ടിക്ക് മാർക്ക് വരും. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫോണിൽ സെറ്റ് ആകുന്നതാണ്. ഓക്കെ, എൻ്റെ ഫോണിൽ ഇത് സെറ്റായി കഴിഞ്ഞു. ഇനി എൻ്റെ ഫോണ് ലോക്ക് സ്ക്രീൻ ആണെങ്കിൽ പോലും ഞാൻ ഹേയ് ഗൂഗിൾ അല്ലെങ്കിൽ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോൾ തന്നെ ഫോണിലെ ഗൂഗിൾ ജെമിനി ആപ്പ് ഓൺ ആവുകയും നമ്മൾ എന്താണ് പറയുന്നത് ആ ടാസ്ക് അത് ചെയ്തു തരികയും ചെയ്യും. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഹേയ് ഗൂഗിൾ, ഞാനത് പറഞ്ഞ ഉടനെ നിങ്ങൾക്ക് കാണാം താഴെ ജെമിനി ആപ്പ് ഓൺ ആയിട്ടുണ്ട്. ഇതുപോലെ ഓൺ ആവുകയും നമുക്ക് വേണ്ടത് എന്താണ്, ടോർച്ച് ലൈറ്റ് ഓൺ ആക്കണോ, ടോർച്ച് ലൈറ്റ് ഓഫ് ആക്കണോ, അലാറം സെറ്റ് ചെയ്യണോ, അല്ല ഏതെങ്കിലും ആപ്ലിക്കേഷൻ തുറക്കണമോ, എന്ത് പറഞ്ഞാലും ഗൂഗിൾ ജെമിനി തന്നെ ചെയ്തു തരും. ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതൊക്കെ ഓപ്പൺ ആക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൾ ചെയ്യേണ്ട ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഓപ്ഷനൊക്കെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്തെടുക്കണം, എങ്കിൽ മാത്രമേ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യുകയുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഹേ ഗൂഗിൾ, വാട്സപ്പിൽ ഫൈസൽ TM ഒരു ഹായ് മെസ്സേജ് അയക്കണം. നമ്മളിങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് ഉടനടി മെസ്സേജ് സെൻഡ് ആവില്ല. നമ്മുടെ കൺസെൻറ്റ് ആദ്യം ചോദിക്കും. ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഇവിടെ തുടരുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഏറ്റവും താഴെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താലാണ് ജെമിനിയുമായിട്ട് നമ്മുടെ വാട്സപ്പ് കണക്റ്റ് ആവുകയുള്ളൂ. പിന്നീട് നമുക്ക് പറഞ്ഞാൽ മതി. പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വാട്സപ്പിലേക്ക് സെൻഡ് ആയിക്കൊള്ളും. ഇനി ഞാൻ ഒന്നുകൂടി ഇത് തന്നെ പറഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. ഹേ ഗൂഗിൾ, വാട്സപ്പിൽ ഫൈസൽ TM എന്ന ആൾക്ക് 8:30 വീട്ടിൽ വരാൻ മെസ്സേജ് അയക്കണം.
ശരി. ഫൈസൽ TM എന്നയാൾക്കുള്ള സന്ദേശത്തിൽ പറയുന്നത് ഇതാണ്: രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് വീട്ടിൽ വരണം. അത് അയക്കാൻ തയ്യാറാണോ? ശരി, മെസ്സേജ് അയക്കുക. ഇനി ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ ഫോണിൽ ഡുവൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു കൺസെൻറ്റ് കൂടി കൊടുക്കാനുണ്ട്. ഇതുപോലെ ഏത് വാട്സപ്പിലാണ് അയക്കേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളിവിടെ താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഏത് വാട്സപ്പിലാണ് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കേണ്ടത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ ഇതുപോലെ പറയുമ്പോൾ ഡയറക്റ്റ് അയച്ചോളും. പിന്നെ ഈ ഫോർമാലിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ തന്നെ സെൻഡ് ആകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വാട്സപ്പിൽ ഞാൻ അയച്ച മെസ്സേജ് ഫൈസൽ ബൈക്ക് സെൻഡ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി മുതൽ നിങ്ങൾ ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വാട്സപ്പ് അയച്ചോളും. നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് മെസ്സേജ് ലഭിച്ചുകൊള്ളും. ഇനി ഇതുപോലെ തന്നെ കോളും ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ പറഞ്ഞാൽ മതി, കോൾ ചെയ്തോളും. ഹേയ് ഗൂഗിൾ, തൻവീർ TMന് കോൾ ചെയ്യുക. തൻവീറിനെ വിളിക്കണോ? അതെ, കോൾ ചെയ്യൂ. തൻവീറിനെ കോൾ ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാം അത് തൻവീറിനെ കോൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഫോൺ കയ്യിലെടുക്കാതെ തന്നെ ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ആരെയാണ് കോൾ ചെയ്യേണ്ടത്, ആരെ മിസ് കോൾ അടിക്കണം, മെസ്സേജ് അയക്കണം, എല്ലാം കൃത്യമായി ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് സെലക്ട് ചെയ്ത കോൺടാക്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം നമ്പർ എന്താണ്, ഇന്ന ആൾ തന്നെയാണോ, അത് കറക്റ്റ് മറുപടി നമുക്ക് തരികയും ചെയ്യും. കൃത്യമായിട്ട് നമുക്ക് ആർക്കാണ് മെസ്സേജ് അയക്കേണ്ടത്, ആർക്കാണ് കോൾ ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് ഇത് ചെയ്തു തരുന്നതാണ്. പിന്നെ ചില ഘട്ടങ്ങളിൽ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആളെ പേര് പറഞ്ഞാലും ഇന്നയാൾ കോൺടാക്റ്റിൽ ഇല്ല എന്നിത് പറയും. അതിൻ്റെ കാരണം നമ്മുടെ പ്രൊനൗൺസിയേഷൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ അത് കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന്, നമ്മൾ മലയാളമാണല്ലോ പറയുന്നത്, നമ്മുടെ കോൺടാക്റ്റിൽ മൊത്തം ഇംഗ്ലീഷിലാണ് പേര് സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യണം. അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനീഷ്യൽ ചേർക്കാം. നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഞാൻ തൻവീർ TM, ഫൈസൽ TM എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണ് കോൺടാക്റ്റിൽ സേവ് ചെയ്തിരിക്കുന്നത്. എന്തിന് ഇനീഷ്യൽ കൊടുത്തു എന്ന് വെച്ചാൽ ഇതിന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം, അതുവരേക്കും ഗുഡ് ബൈ.